Hi, welcome to this video. Reality of studying in Canada. നമ്മൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാനഡയിൽ പഠിക്കുന്നതിനെക്കുറിച്ച് കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയാണ്. കാനഡയിലേക്ക് ആരും കയറി വരല്ലേ, ഇവിടെ പാർട്ട് ടൈം ജോബ് ഇല്ല, ഫുൾ ടൈം ജോബ് കിട്ടാൻ ഭയങ്കര പാടാണ്, അക്കോമഡേഷൻ ക്രൈസിസ് ആണ്, എങ്ങനെയും ഇവിടുന്ന് പോയാൽ മതി എന്ന് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? നമുക്ക് വൺ ബൈ വൺ നോക്കിയാലോ. ഫോർ എക്സാമ്പിൾ, ഒരു 100 പേരിരിക്കുന്ന ഒരു ഹാള് സങ്കല്പിക്കുക. അവിടെ ആ റൂമിലുള്ള ഒരു 10 പേർക്ക് എന്തൊക്കെയോ ഡിസ്കംഫോർട്ട്സ് ഉണ്ട്. അവരത് വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. വെളിയിൽ നിൽക്കുന്നവർക്ക് എന്തായിരിക്കും ഫീലിംഗ്? ആ ഹാള് മൊത്തം പ്രശ്നമാണ് അല്ലേ? ഇതാണ് കാനഡയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് വൺ ബൈ വൺ ഈ നെഗറ്റിവിറ്റീസ് ഒന്ന് കീറി മുറിച്ച് പരിശോധിച്ച് നോക്കിയാലോ. ഫസ്റ്റ് നെഗറ്റിവിറ്റി, അക്കോമഡേഷൻ. കാനഡയിൽ 10 പ്രൊവിൻസസും 3 ടെറിട്ടറീസുമാണുള്ളത്. ഇതിൽ നിന്ന് നമുക്കറിയാം ഏറ്റവും അധികം സ്റ്റുഡൻസ് പോകുന്നത് ഒണ്ടാരിയോ എന്ന പ്രൊവിൻസും സെക്കൻഡ് ബ്രിട്ടീഷ് കൊളംബിയ എന്ന പ്രൊവിൻസിലേക്കുമാണ്. സോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒണ്ടാരിയോയിലും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളംബിയയിലും ചില റീജിയൻസിൽ അക്കോമഡേഷന് ക്രൈസിസ് ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ അത് കാനഡയുടെ ഫുൾ ക്രൈസിസ് എന്ന് പറഞ്ഞ് തേജോധം ചെയ്യുന്നത് എത്രത്തോളം ശരിയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും. ഈ അക്കോമഡേഷൻ്റെ കാര്യത്തിൽ നമ്മൾ മീഡിയാസിലൊക്കെ തന്നെ കാണുകയുണ്ടായി, ഒത്തിരി സ്റ്റുഡൻസ് ടെൻ്റ് അടിച്ചൊക്കെ കിടക്കുന്നതൊക്കെ. അത് വളരെ എന്താ പറയുക, തികച്ചും അപലപനീയമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് കേവലം ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് റീജിയൻസിൽ മാത്രം ഉണ്ടായേക്കുന്നതാണ്. അതിനെ ഞാൻ വില കുറച്ച് കാണുകയല്ല. ബട്ട് അത് ഒരു ഓവറോൾ എൻറ്റയർ കാനഡയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ ബാധിച്ചു എന്ന് പറയുമ്പോഴാണ് അത് ശരിയല്ലായ്മയാവുന്നത്. സോ സെക്കൻഡ് നെഗറ്റിവിറ്റി, അവൈലബിലിറ്റി ഓഫ് പാർട്ട് ടൈം ജോബ്സ്. ഒരു പരിധി വരെ സത്യമായിട്ടൊരു കാര്യം തന്നെയാണ്. കാനഡയിൽ കഴിഞ്ഞ ഒരു വർഷം പ്രത്യേകിച്ച് പാർട്ട് ടൈം ജോബ്സിൻ്റെ അവൈലബിലിറ്റി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് ഇതിൻ്റെ റീസൺസ്? നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റീസൺ, ഇത് ഗ്ലോബലി നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. AI-യും റോബോട്ട്സും നമ്മുടെ ഒത്തിരി ജോലികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. മെക്കൻസിയുടെ ഒരു റിസർച്ച് പറയുന്നത് 2030 ആകുമ്പോഴത്തേക്കും ഏകദേശം 800 മില്യൺ, അതായത് 80 കോടി ജോബ്സാണ് AI-യും റോബോട്ട്സും കൂടെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. സോ ഇതൊരു റിയാലിറ്റിയാണ്. ഓൾറെഡി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. സോ റെപ്പറ്റേറ്റീവായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ചെയ്യുന്ന ഒട്ടനവധി ജോബ്സ്, ഈവൻ പ്ലേറ്റ് കഴുകുന്നത് പോലും, പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്നത് പോലും റോബോട്ട്സ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ സ്റ്റുഡൻസിന് കൂടുതലും ചെയ്യാൻ പറ്റുന്നത് ഇത്ര സിമ്പിളായിട്ടുള്ളതും ഹവർലി ബേസിൽ ഏൺ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ജോബ്സാണ്. അത് കുറേയധികം ജോബ്സ് ഈ സെഗ്മെൻറ്റിലുള്ളത് ആയതുകൊണ്ട് തന്നെ അത് സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമതൊരു ഇത് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാനഡയിൽ നേരത്തെ, അതായത് ഏർലിയർ 40 hours per week പാർട്ട് ടൈം ജോബ് പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. സോ അവിടെ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് ഫുൾ ടൈം ആയിട്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ 2023 ചെന്ന സ്റ്റുഡൻസിന്, ഇവൻ 2022 ഒരു എൻഡ് തൊട്ട് തന്നെ ചെന്ന സ്റ്റുഡൻസിന്, ബാക്കിയുള്ള സ്റ്റുഡൻസ് അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ജോബ്സിൻ്റെ അവൈലബിലിറ്റി ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ദെൻ അനദർ റീസൺ, കാനഡയിലുള്ള വലിയൊരു റെസഷൻ അല്ലെങ്കിലും ഒരു മോഡറേറ്റ് റെസഷൻ എന്ന് തന്നെ പറയാം. കാരണം അത് അമേരിക്കയെ മൊത്തം ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. വലിയൊരു ഗ്രാൻഡ് റെസഷൻ അല്ല, ബട്ട് സ്റ്റിൽ എക്കണോമിക് ഗ്രോത്ത് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു ചെറിയൊരു മാന്ദ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ എംപ്ലോയബിലിറ്റി ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ റേറ്റ് കാനഡയിൽ ഇച്ചിരി കുറഞ്ഞാണ് നിൽക്കുന്നത്. സോ അതും ഒരു മേജർ റീസണാണ്. ഇനി അടുത്തൊരു റീസൺ എന്ന് വെച്ചാൽ, കാനഡ എപ്പോഴും ഇമിഗ്രൻസിനെ അല്ലെങ്കിൽ റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, വെൽക്കം ചെയ്യുന്ന ഒരു കൺട്രിയാണ്. നമുക്കറിയാം, ഇപ്പം ലോകത്ത് യുദ്ധം നടക്കുന്ന പലയിടത്തുനിന്നും, ഈവൻ ഉക്രൈനിൽ നിന്നൊക്കെ തന്നെ നല്ലപോലെ റെഫ്യൂജീസ് കാനഡയിൽ വന്നിട്ടുണ്ട്. സോ അവരും ഈ ചെയ്യാൻ സാധ്യതയുള്ള, സ്വാഭാവികമായിട്ടും ഈ സ്റ്റുഡൻസ് ചെയ്യാൻ പാർട്ട് ടൈം ജോബ്സ് ആയിരിക്കും. കാരണം അതാണ് ഈസിലി അവൈലബിൾ. ഇവരുടെ ഒരു പ്രസൻസും പാർട്ട് ടൈം ജോബ്സിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ബട്ട് ഇതൊന്നും പെർമനൻ്റ് ആയിട്ടൊരു കാര്യങ്ങളല്ല, ഇതൊരു സൈൻ വേവ് പോലാണ്. ഇറ്റ് വിൽ കീപ്പ് ഓൺ ചേഞ്ചിങ്. നൗ ദ തേർഡ് നെഗറ്റിവിറ്റി, ഇതൊരു മേജർ നെഗറ്റിവിറ്റി തന്നെയാണ്, എക്സ്പെൻസസ്. നമ്മൾ അക്കോമഡേഷൻ്റെ, അതായത് താമസിക്കുന്ന സ്ഥലത്തിനുള്ള റെൻ്റ് ആണെങ്കിലും ഗ്രോസറീസ്, ഈ ഡെയിലി യൂട്ടിലിറ്റീസിനുള്ള കാര്യങ്ങൾ, എല്ലാത്തിൻ്റെയും പ്രൈസ് റൈസ് നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. കാനഡയിലെ ഇൻഫ്ലേഷൻ റേറ്റ് ഏകദേശം 8% ആയി. അതിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. അത് പക്ഷേ ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും ഈ പ്രൈസ് റൈസ് ഉണ്ടായെന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഈ എക്സ്പെൻസസ് കൂടിയതിന് ഇൻഫ്ലേഷനോടൊപ്പം ചേർത്ത് നിർത്തേണ്ട 2 കാര്യങ്ങളോടുണ്ട്. ഒന്ന്, കാനഡയിലെ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയത്. അതുകൊണ്ട് തന്നെ ഈ ടെനൻസിന് അത് ഇവിടെ ഓക്യുപ്പൈ ചെയ്യുന്ന
ആൾക്കാരിൽ നിന്നും കൂടുതൽ പൈസ ഈടാക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇനി രണ്ടാമത്തെ ഒരു റീസൺ എന്ന് വെച്ചാൽ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ, നമുക്കറിയാം റഷ്യ യുക്രൈൻ വാർ വന്നപ്പോഴത്തേക്ക് നല്ല രീതി എനർജിയുടെ പ്രൈസസ് കൂടുകയുണ്ടായി. സോ അതും പ്രൈസ് റൈസിന് വലിയൊരു കോൺട്രിബ്യൂട്ടറായി. നമുക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ്, എൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലുത്. ഇപ്പോൾ കാനഡയിൽ നിൽക്കുന്നവർക്ക് തോന്നും കാനഡയിൽ മാത്രമാണ് എക്സ്പെൻസസ് റൈസ് ആയെന്ന്. യൂറോപ്പിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതി വ്യത്യസ്തമല്ല. UK-യിലും ഓസ്ട്രേലിയയിലും സ്ഥിതിഗതികൾ ഒട്ടും വ്യത്യസ്തമല്ല. നമ്മുടെ കേരളത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റേറ്റ് മാത്രം എടുത്താൽ മതി. 1 കിലോ കുത്തരിക്ക് ഇപ്പോൾ എന്താ വില? ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. ഫോർത്ത് നെഗറ്റിവിറ്റി, ഇത് കുറേ നാൾ സോഷ്യൽ മീഡിയയിലെല്ലാം നല്ല രീതിയിൽ കളിച്ചൊരു നെഗറ്റിവിറ്റിയാണ് ബയലാറ്ററൽ ഇഷ്യൂസ്. ഇന്ത്യയും കാനഡയായിട്ടുള്ള ബയലാറ്ററൽ കൺട്രി ലെവലിലുള്ള ഇഷ്യൂസ്. സോ ഇത് കുറേയധികം കാര്യങ്ങളുണ്ടായി. ഞാൻ പൊളിറ്റിക്കലി അത്ര എക്സ്പെർട്ട് അല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും കാനഡയ്ക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിനെ വേണം, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റുഡൻസിന് കാനഡയും വേണം. അത് കുറച്ച് നാളത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം കെട്ടടങ്ങിയിരിക്കുകയാണ്. ബട്ട് ഇനി നമുക്ക് ലോങ് ടൈമിലാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു ലോങ് ടൈമിൽ നിൽക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് നമുക്ക് ഏതൊരാൾക്കും കോമൺ സെൻസ് കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഫിഫ്ത്ത് പോയിന്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. അൾട്ടിമേറ്റ്ലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും ഈ സ്റ്റഡീസിന് പോകുന്നത് അതിന് ശേഷമുള്ള ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റിനെ ആശ്രയിച്ചാണ്. ബട്ട് ഫുൾ ടൈം ജോബ്സും കിട്ടാൻ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കാനഡയിലെ പ്രസൻറ്റ് അൺഎംപ്ലോയബിലിറ്റി റേറ്റ് 6.1% ആണ്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാളും 1% കൂടുതലാണ്. ഇത് ഈ അൺഎംപ്ലോയബിലിറ്റി റേറ്റ് കൂടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1% ഒരു സബ്സ്റ്റാൻഷ്യൽ നമ്പർ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമായോ? എന്നാലും ബാക്കിയുള്ളവർക്ക് ജോലി കിട്ടുന്നില്ലേ? നമുക്ക് അതിൻ്റെ സ്റ്റാറ്റ്സിലേക്ക് കൂടെ നോക്കിയാലോ. അതായത് കാനഡയിൽ അവിടുത്തെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള റോട്ട്മൻ, ക്യൂൻസ്, വാട്ടർലൂ തുടങ്ങിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് ഒരു മാസ്റ്റേഴ്സ് ഗ്രാജുവേറ്റിന് ആവറേജ് സ്റ്റാർട്ടിംഗ് സാലറി ഫ്രഷറിന് കിട്ടുന്നത് ഏകദേശം 1,40,000 CAD പെർ ആനമാണ്. എന്നാൽ ഇതേ ലെവലൊരു സാലറിയിൽ ഒരു PG ഡിപ്ലോമ സ്റ്റുഡൻറ്റ് എത്തണമെന്നുണ്ടെങ്കിൽ PG ഡിപ്ലോമയ്ക്ക് ശേഷം അറ്റ്ലീസ്റ്റ് 3 years ഓഫ് സക്സസ്ഫുൾ വർക്ക് എക്സ്പീരിയൻസ് ഇൻ എ ഗുഡ് കമ്പനി മാൻഡേറ്ററി ആണ്. സോ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കഴിയുന്നതും നല്ല ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോബ്സിലേക്ക് കയറാനുള്ള സാധ്യതയെങ്കിലും കൂടുതലാണെന്ന് പറയാം. നമ്മുടെ ഇവിടുന്ന് മജോറിറ്റി സ്റ്റുഡൻസും പോകുന്നത് PG ഡിപ്ലോമ എടുക്കാനാണ്. സോ PG ഡിപ്ലോമ എല്ലാം മോശമാണെന്നുള്ളതല്ല, ബട്ട് മജോറിറ്റി PG ഡിപ്ലോമയും ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മണി മേക്കിംഗ് മെഷീൻ മാത്രമാണ് കാനഡയിൽ. കാരണം ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഇന്ന് അല്ലെങ്കിൽ ഓവർസീസ് സ്റ്റുഡൻസിൻ്റെ നിന്ന് അവർ ചാർജ് ചെയ്യുന്ന ഫീസ് കനേഡിയൻ സ്റ്റുഡൻസിനേക്കാളും 3 ഇരട്ടിയാണ്. സോ ഒത്തിരി പ്രോഗ്രാംസ് എംപ്ലോയ്മെൻറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസ് മിക്കവാറും എടുക്കുന്ന പ്രോഗ്രാംസ് അവർക്ക് ഒരു നല്ലൊരു ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യാത്തതാണ് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ മജോറിറ്റി സ്റ്റുഡൻസിനും PG ഡിപ്ലോമയ്ക്ക് കൊടുക്കുന്ന ഫീസ് അതൊരു കനേഡിയൻ വിസയ്ക്ക് കൊടുക്കുന്ന ഒരു ദക്ഷിണം മാത്രമാണ് ഇൻ റിയാലിറ്റി. PG ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഒരു ഹൈ പേയിങ് ജോബിൽ പെട്ടെന്ന് ലാൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നിയർ ടു ഇമ്പോസിബിൾ തന്നെയാണ്. എല്ലാ മാസ്റ്റേഴ്സും നല്ലതാണോ? എല്ലാ മാസ്റ്റേഴ്സും PG ഡിപ്ലോമ പോലെ തന്നെ നല്ലതല്ല. നമ്മൾ ഏതൊക്കെ പ്രോഗ്രാംസ് ആണോ നല്ലൊരു ജോബിൽ നല്ലൊരു കരിയറിൽ നമ്മളെ എത്തിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ നല്ല പ്രോഗ്രാംസ്. കാരണം നമ്മൾ മജോറിറ്റി സ്റ്റുഡൻസും ഇവിടുന്ന് പോകുന്നത് ഒരു ഹൈ പേയിങ് ജോബ് അല്ലെങ്കിൽ ഒരു ഹൈ പേയിങ് കരിയറിൽ എത്താൻ വേണ്ടിയാണ്. ആ ഒരു പ്രോഗ്രാം അത് മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ PG ഡിപ്ലോമ ആയിക്കോട്ടെ അതിന് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം എല്ലാം തന്നെ ക്രാപ്പാണ്. ഒരു ഹൈ പേയിങ് കരിയറിൽ എത്താൻ വേണ്ടി ഒരു സ്റ്റുഡൻറ്റിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫ്രം എ റെപ്യൂട്ടഡ് ഹൈലി റാങ്ക്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന് ഒത്തിരി കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. ബട്ട് എന്നിരുന്നാലും നമ്മൾ കോമൺ സെൻസ് കൊണ്ട് തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഒരു 10 ലക്ഷം രൂപയും കൂടി, അതായത് ഒരു 16,000 കനേഡിയൻ ഡോളറും കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അതല്ലേ ഒന്നുകൂടെ ബെസ്റ്റ് ഓപ്ഷൻ. ഈ $16,000 നമുക്ക് ഫസ്റ്റ് ഇയറിലത്തെ തന്നെ നമ്മുടെ സാലറിയിൽ നിന്ന് നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കിട്ടാൻ സാധിക്കുന്നു എങ്കിൽ ദെൻ ഒരു ഡൗട്ടും ഇല്ല, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഗ്ലോബലി ഈവൻ
ഒരു മിഡ് റാങ്ക് യൂണിവേഴ്സിറ്റീസ് തൊട്ട് താഴോട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന ഈവൻ കോളേജസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരു ഹൈ പേയിങ് കരിയറിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അതിനുള്ളൊരു പ്രതിവിധിയായിട്ട് വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ഓവർസീസ് മാസ്റ്റർ ക്ലാസ്. സോ അതിനുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഹൈ പേയിങ് കരിയറിൽ എത്താം, അതിനുള്ള മിസ്റ്റേക്സ് നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പോഴാണ് അതിന് ഉള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്. സോ നിങ്ങളൊരു ഹൈ പേയിങ് കരിയർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ഫോർ ദാറ്റ് വെബിനാർ ആൻഡ് വി വിൽ സീ യു ഓൺ ദി അതർ സൈഡ്. ഇത്രയും നെഗറ്റിവിറ്റീസ് ഒക്കെ ഉണ്ടാവാൻ ഒരു മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു കൂട്ടറുണ്ട്. അതാണ് കൺസൾട്ടൻസീസ് ഓർ മേജർലി നമുക്ക് കൗൺസിലേഴ്സ് തന്നെ പറയാം. എങ്ങനെയാണ് ഇവർ ഇതിനകത്ത് ഇത്രയും വലിയൊരു കോൺട്രിബ്യൂട്ടർ ആയത്? അതായത് ഐദർ ഒരു സ്റ്റുഡൻറ്റിന് ഡയറക്റ്റ്ലി ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാം, ഓർ എൽസ് ഒരു കൺസൾട്ടൻസി ഒരു കൗൺസിലറുടെ ത്രൂ അപ്ലൈ ചെയ്യാം. മിക്കവാറും സ്റ്റുഡൻസ് ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല. അവരുടെ ഓൺ ബിഹാഫ് ഏറ്റവും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സ്റ്റുഡൻസ് ഇത് എങ്ങനെ റിസർച്ച് ചെയ്യണമെന്ന് അറിയില്ല. മിക്കവാറും പേരൻസ് എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. സോ ഒരു എക്സ്റ്റേണൽ ഒരു ഹെൽപ്പിന് വേണ്ടിയാണ് ഒരു കൗൺസിലറിൻ്റെ സപ്പോർട്ട് തേടുന്നത്. ബട്ട് ഇതിന് എന്താണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ റീസൺ? ഈ കൗൺസിലേഴ്സ് കേവലം 1, 2, 3 ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി മാത്രം ഇൻസെൻറ്റീവ്സ് കൊടുത്ത് വെച്ചിരിക്കുന്നവരാണ്. ആ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലേക്കോ കോളേജിലേക്കോ ആണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അവരുടെ ഇൻസെൻറ്റീവ്സ് അതിന് ആനുപാതികമായിട്ട് കിട്ടും. ഇനി വേറെ ഏതെങ്കിലും കോളേജോ യൂണിവേഴ്സിറ്റിയോ ഈവൻ കൺട്രിയാണ് ചോദിക്കുന്നതെങ്കിൽ പോലും അവരുടെ ടാർഗറ്റിലോ ഇൻസെൻറ്റീവിലോ അത് പെടില്ല. സോ നാച്ചുറലി അവരെന്ത് ചെയ്യും? അവരുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും കോളേജസിലേക്കും ഈ സ്റ്റുഡൻസിനെ തീർച്ചയായിട്ടും പുഷ് ചെയ്യും. ഇതിൻ്റെ വേറൊരു തരം ഇവർ അഡ്വർടൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം 0 സർവീസ് ചാർജ്, 0 രജിസ്ട്രേഷൻ ഫീ, 0 പ്രോസസ്സിംഗ് ഫീ. സോ അവരിപ്പോൾ പുണ്യം കിട്ടാനാണോ ഇത് ചെയ്യുന്നത്? ഒരു 20 to 30 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നല്ലൊരു കൗൺസിലിങ്, നല്ല രീതിയിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു 1% സ്പെൻഡ് ചെയ്തുകൂടാ? അതല്ലേ റിയൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ലോകത്തിൽ എല്ലായിടത്തും നെഗറ്റിവിറ്റീസ് ഉണ്ട്, പോസിറ്റിവിറ്റീസും ഉണ്ട്. അത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും പോലെ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. ഇതിനെ ഒന്നും കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു രാജ്യത്ത് പോയി പഠിക്കാനോ ജീവിക്കാനോ പറ്റുകയില്ല. സോ നമുക്ക് കാനഡ ബെസ്റ്റ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കാനഡ ചൂസ് ചെയ്യുക. വേറെ ഏതെങ്കിലും കൺട്രിയാണ് ബെസ്റ്റ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. ആഫ്റ്റർ ഓൾ ലൈഫ് ഈസ് അവേഴ്സ്. അത് ഹാപ്പൻസ് ഓൺലി വൺസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ.